കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അവധിക്കാലമൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പുറത്ത് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി നമ്മുടെ ചാനൽ കേൾക്കാൻ വരുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപരിചിതമായ ഇടങ്ങളിലാണ് കൂടുതലായും നെഗറ്റീവ് എനർജികൾ ഫീൽ ചെയ്യുന്നത്. അത്തരമൊരു കഥയാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കഥയിലേക്ക്. 2001 തുടക്കകാലത്താണ് മനോജേട്ടന് ആദ്യമായി ട്രാൻസ്ഫർ കിട്ടിയത്. സുഖസുന്ദരമായി എറണാകുളം ജില്ലയിൽ ജോലി ചെയ്തു പോന്നിരുന്ന മനോജേട്ടൻ ഇനി മുതൽ റാന്നിയിലാണ് ജോലി. ഇനി ഞാൻ ആരാണെന്ന് പറയാം. ഞാൻ സീമ, മനോജേട്ടൻ്റെ ഭാര്യ. ഞങ്ങൾക്ക് ഒരേ ഒരു മകൻ, 2 വയസ്സ് പ്രായം. മനോജേട്ടൻ വില്ലേജ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുടുംബസമേതം മൂവാറ്റുപുഴയിലാണ് താമസം. അവിടെ വീട്ടിൽ മനോജേട്ടൻ്റെ അച്ഛനും അമ്മയും സഹോദരിയുമുണ്ട്. സഹോദരി നീന 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നു. ട്രാൻസ്ഫർ കിട്ടിയത് മുതൽ ഞങ്ങൾ ആകെ വിഷമത്തിലാണ്. ഏതായാലും ജോലിക്ക് പോകാതെ പറ്റില്ലല്ലോ. അങ്ങനെ വീട്ടിലുള്ളവരുമായി കൂടിയാലോചിച്ച് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ഞാനും മനോജേട്ടനും കുഞ്ഞും പിന്നെ നീനയും കൂടി റാന്നിയിലേക്ക് പോവുക. നീനയ്ക്ക് ക്ലാസ് തുടങ്ങുന്ന സമയം വരെ എനിക്കൊരു കൂട്ടായി അവിടെ നിൽക്കുക. വിഷമത്തോടെയാണെങ്കിലും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിച്ചെന്ന് വരില്ല. അത്രയ്ക്ക് ഭയാനകമായ ഒരു രാത്രി എനിക്കവിടെ നേരിടേണ്ടതായി വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി റാന്നിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ക്വാർട്ടേഴ്സ് കിട്ടുമെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ പോയതെങ്കിലും ചെന്നപ്പോൾ കാര്യങ്ങൾ വിചാരിക്കും വിധം നടന്നില്ല. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടം, അതും വൃത്തിഹീനമായ നിലയിൽ. അവിടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള 2 പേർ അല്ലാതെ ആരും താമസിക്കുന്നില്ല. ക്വാർട്ടേഴ്സ് കണ്ടതും ഞങ്ങൾ ആകെ വിഷമസന്ധിയിലായി. ഏതായാലും അവിടെ കുഞ്ഞുമായി താമസിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് മനോജേട്ടൻ്റെ ഓഫീസിലെ പ്യൂണായ രവിയേട്ടൻ ഞങ്ങളുടെ രക്ഷയ്ക്കെത്തിയത്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായി ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അല്പം പഴയതാണ്. തൽക്കാലം വാടകയ്ക്ക് കിട്ടും. അങ്ങനെ ആ വീടിൻ്റെ കാര്യങ്ങൾ ശരിയായി. മൊത്തം പൊടിയും മാറാലയും പിടിച്ചു കിടന്ന ആ വീട് രവിയേട്ടൻ തന്നെ ആളെ വെച്ച് ക്ലീൻ ചെയ്തു. റാന്നി ടൗണിൽ നിന്നും കുറച്ച് ദൂരം മാറി വടശ്ശേരിക്കര എന്ന സ്ഥലത്തായിരുന്നു വീട്. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടു. പോകും വഴികളെല്ലാം തന്നെ പൊതുവെ ആൾതാമസം കുറവുള്ളതും വനപ്രദേശങ്ങൾ നിറഞ്ഞതുമായിരുന്നു. രവിയേട്ടന് ഒരു പഴയ സ്കൂട്ടർ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഓട്ടോയുടെ മുന്നേ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഏതോ വനത്തിൻ്റെ നടുവിൽ ഒരു വീട്. അങ്ങനെയാണ് ആ വീട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അടുത്ത പ്രദേശത്തൊന്നും മറ്റു വീടുകളില്ല. ആ വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വനമാണ്. ആകെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ഫീൽ. എൻ്റെ നോട്ടവും മറ്റും കണ്ട് മനോജേട്ടൻ പറഞ്ഞു, സാരമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു വീട് കണ്ടുപിടിച്ച് മാറാം. ഞാൻ വെറുതെ തലയാട്ടി. അങ്ങനെ ഞങ്ങൾ അകത്തു കയറി. അകത്ത് കയറിയത് മുതൽ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. നീന അവനെയും കൊണ്ട് മുറ്റത്തേക്ക് പോയി. ഓരോ കാഴ്ചകൾ കാണിച്ച് കരച്ചിൽ മാറ്റാൻ ശ്രമിച്ചു. ഞാനും മനോജേട്ടനും കൂടി സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു. ഓടുമേഞ്ഞ ഒരു കൊച്ചു വീടായിരുന്നു. ആകെ 2 ബെഡ്റൂമുകൾ മാത്രമേ അവിടെയുള്ളൂ. 2ഉം ഇടുങ്ങിയ വായു സഞ്ചാരം കുറഞ്ഞ മുറികളായിരുന്നു. വായു സഞ്ചാരത്തിനായി 2 ചെറിയ വെന്റിലേഷനുകൾ മാത്രമേ അവിടെയുള്ളൂ. സാധനങ്ങൾ ഒതുക്കിയ ശേഷം ഞാനും മുറ്റത്തേക്കിറങ്ങി. മോൻ്റെ കരച്ചിൽ ഇപ്പോൾ അല്പം ശമിച്ചിരുന്നു. മുറ്റത്തിൻ്റെ ഒരു കോണിലായി ഒരു വലിയ കിണർ കാണാം.
വേനൽ സമയമാണെങ്കിൽ പോലും കിണറ്റിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു. കാട്ടുമരങ്ങളുടെ ചോലയിൽ സ്ഥിതി ചെയ്യുന്ന കിണറായതിനാൽ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. ഏതായാലും അന്നത്തെ ദിവസം യാത്രാക്ഷീണവും എല്ലാം കൊണ്ട് നേരത്തെ തന്നെ എല്ലാവർക്കും ഉറക്കം വന്നു. പുതിയ സ്ഥലമായതിനാൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എപ്പോഴോ ഇടയ്ക്ക് ഒന്ന് മയങ്ങി. പെട്ടെന്നാണ് എവിടെ നിന്നോ നായ്ക്കളുടെ ഓരിയിടൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഞാൻ ഉണർന്നു. മോൻ ഞെട്ടിയുണർന്ന് കരച്ചിൽ തുടങ്ങി. സമയം 2 മണി കഴിഞ്ഞിരുന്നു. എന്തു ചെയ്തിട്ടും മോൻ കരച്ചിൽ നിർത്തുന്നേയില്ല. എങ്ങനെയോ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. പിറ്റേന്ന് മനോജേട്ടൻ ജോലിക്ക് പോകുവാൻ റെഡിയായി. രവിയേട്ടൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിലിരുന്നാണ് യാത്ര. മനോജേട്ടൻ പോയ ശേഷം ഞാനും നീനയും ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പായി. ചോറും കറികളും തയ്യാറാക്കി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മനോജേട്ടൻ എത്തി. അപ്പോഴാണ് മറ്റൊരു കാര്യം അറിയുന്നത്. മനോജേട്ടന് അന്ന് രാത്രി ഓഫീസിൽ അത്യാവശ്യ ജോലികൾ തീർക്കാനുള്ളതിനാൽ രാത്രി വരാനാവില്ല. നീന കൂടെ വന്നത് നന്നായി എന്ന് എനിക്കപ്പോൾ തോന്നി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അത്യാവശ്യം വേണ്ട ഫയലുകളെല്ലാം എടുത്ത് മനോജേട്ടൻ പോയി. അന്നത്തെ രാത്രി ഞാനും നീനയും ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടണമല്ലോ എന്നോർത്തപ്പോൾ തന്നെ എനിക്ക് എവിടെ നിന്നോ അകാരണമായൊരു ഭയം ഗ്രസിച്ചു. തലേന്ന് നന്നായി ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നീന നിലത്ത് പായ വിരിച്ചാണ് കിടന്നത്. ഞാനും മോനും കട്ടിലിൽ കിടന്നു. എങ്ങനെയോ ഒരുവിധം കണ്ണടച്ചു കിടന്നു. എപ്പോഴോ നിദ്രാദേവി കടാക്ഷിച്ചു. അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നായ്ക്കളുടെ ഓരിയിടൽ വീണ്ടും എന്നെ ഉണർത്തി. ക്ലോക്കിലെ സമയം എന്നെ അല്പം ഭയപ്പെടുത്തി. ഇന്നലെ ഉണർന്ന അതേ സമയം തന്നെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് മോൻ കരയുവാൻ തുടങ്ങി. നീന നല്ല ഉറക്കമാണ്. അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ബെഡിൻ്റെ ഒരറ്റത്ത് എന്തോ ഒരു നനവ്. മോൻ മൂത്രമൊഴിച്ചെന്ന് കരുതി ഞാൻ അല്പം സംശയിച്ചു. പക്ഷേ ആ സംശയം എൻ്റെ അസ്ഥാനത്തായിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ആ മുറിയിൽ മറ്റാരോ ഉള്ളതുപോലൊരു ഫീൽ. ഏതായാലും അല്പസമയം കഴിഞ്ഞ് മോൻ വീണ്ടും പതിയെ മയങ്ങി. ഞാൻ വീണ്ടും കണ്ണുകളടച്ച് ഉറങ്ങാനൊരു ശ്രമം നടത്തി. പാതി മയക്കത്തിൽ എപ്പോഴോ ഒരു വശത്തേക്ക് തിരിഞ്ഞു കിടന്ന എൻ്റെ കൈ ആരുടെയോ മുടിച്ചുരുളിൽ തടഞ്ഞു. അതും നനഞ്ഞ് വെള്ളമിറ്റു വീഴുന്ന മുടിയിതൾ. ഞാൻ പതിയെ കണ്ണുകൾ തുറന്ന് പരതി. ഇരുട്ടിൽ അവ്യക്തമായി എനിക്ക് കാണാം ബെഡിൻ്റെ എൻ്റെ തൊട്ടടുത്തായി നനഞ്ഞ വസ്ത്രത്തോടെ ആരോ ഇരിക്കുന്നു. തണുത്തു വിറച്ച് പല്ലുകൾ കൂട്ടിയിടയ്ക്കുന്ന ശബ്ദവും ഒരു മൂളലും കേൾക്കാം. എൻ്റെ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞു. ചിലപ്പോൾ താഴെ കിടന്ന നീന കട്ടിലിൽ എഴുന്നേറ്റ് ഇരുന്നതാവുമെന്ന് കരുതി ഞാൻ മുറിയിലെ ബൾബിൻ്റെ സ്വിച്ച് അമർത്തി. ഇപ്പോൾ ബെഡിൽ ആരുമില്ല. നീന താഴെ ഗാഢനിദ്രയിലാണ്. പക്ഷേ ബെഡ് ഒരു വശം നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങിക്കിടന്ന നീനയെ വിളിച്ചുണർത്തി ബെഡിലെ നനവ് കാണിച്ചു. കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്കും ഭയമായി. രാവിലെ മനോജേട്ടൻ വന്നപ്പോൾ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അന്നു തന്നെ ഞങ്ങൾ അവിടെ നിന്നും മാറി. പിന്നീട് മനോജേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആരോ പറഞ്ഞാണ് ഞങ്ങൾ വിവരങ്ങൾ അറിഞ്ഞത്. ആ വീട്ടിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്രേ. അതും ആ കിണറ്റിൽ ചാടി. അത് കേട്ടതോടെ എൻ്റെ ഭയം ഇരട്ടിയായി. ഇപ്പോഴും ആ സംഭവം എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കഥ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.